ഞാനിവിടെ UAE വന്ന സമയത്ത് എനിക്ക് അറിയാവുന്ന ഹിന്ദി വെച്ചാൽ അത് നാട്ടിലായാലും തുമാരാ നാം ക്യാ ഹേ ഹോ ഹോ ഹേ അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാൻ വന്നത്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പം ആ ട്രാക്കൊക്കെ മാറ്റി നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡായി. എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞ് കണ്ടും കേട്ടും ശീലിച്ച് ആപ്കാ നാം ക്യാ ഹേ, അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ബിൽഡപ്പായി. അപ്പോൾ കുറച്ചുകൂടെ റെസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ ആയി സംസാരത്തിലും. പിന്നെ പക്ഷേ ഇതെല്ലാം എനിക്ക് പറഞ്ഞുതരാൻ ഒരു പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു, ഒരു നേപ്പാളി ഭായി. അവർ സംസാരിക്കണമെന്ന് വെച്ചാൽ നേപ്പാളി ഭാഷയാണ്, പക്ഷേ അവർക്ക് ഹിന്ദിയും അറിയാം. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കും, എടാ നീ ഇന്ത്യ അല്ലേ, അപ്പം നിനക്കെന്താ ഹിന്ദി അറിയാത്തത്? നമ്മൾ പൊതുവേ സംസാരിക്കാറുള്ളത് മലയാളമാണ്. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ മാത്രം ഹിന്ദി പഠിക്കും. പക്ഷേ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഹിന്ദി അറിയാമായിരുന്നു, ഹിന്ദി A+ ഉണ്ടായിരുന്നു. പക്ഷേ അതിലിവിടെ കാര്യമില്ല, ഇവിടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും മസ്റ്റാണ്. അപ്പം പുള്ളി പറഞ്ഞു, എടാ നിനക്ക് അറിഞ്ഞുവിടാത്തതിൻ്റെ പേരിൽ പുറകോട്ട് ഒരിക്കലും പോകല്. നീ തെറ്റാണ് പറയുക, നീ സംസാരിക്കുക, തെറ്റ് തന്നെ പറയുക ഹിന്ദി. അത് കുറച്ച് കഴിഞ്ഞ് വരുമ്പം എല്ലാം പെർഫെക്റ്റ് ആവും. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെയാണ്, നീ തെറ്റ് തന്നെ തെറ്റ് പറ കുഴപ്പമില്ല, പക്ഷെ നീ ഒരിക്കലും പറയാതിരിക്കില്ലേ. നമ്മളത് പറഞ്ഞ് തെറ്റ് പറഞ്ഞ് അവസാനം അത് ശരിയിലോട്ടെത്തും. അങ്ങനെ എനിക്ക് മോട്ടിവേഷൻ തന്ന പുള്ളിയാണിത്. പക്ഷെ ഇപ്പം ഹിന്ദി അറിയാത്തതിൻ്റെ പേരിൽ ഞാൻ ഒരിക്കലും പെടത്തില്ല. ഇപ്പം എവിടെയെങ്കിലും പോയാലോ ഹിന്ദി അറിഞ്ഞിടാത്തതിൻ്റെ പേരിൽ ഒരിക്കലും എനിക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അപ്പം അതെൻ്റെ കോൺഫിഡൻ്റാണ്, ഞാൻ സംസാരിക്കും, ഞാൻ പിടിച്ചിരിക്കും. എനിക്ക് നല്ലതായിട്ട് ഫ്ലുവൻസായിട്ട് അറിയാമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഞാൻ കോൺഫിഡൻ്റാണ്, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ കോൺഫിഡൻറ്റ് കയറ്റിത്തരാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഒന്ന്